ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ മോർണിംഗിൽ മോൾ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അവൾ ഇന്നലെ രാത്രി ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഉറങ്ങിയത്. ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ അവൾ 9 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു മോർണിംഗിൽ. അപ്പോൾ അതുവരെ കുറച്ച് സമയം ഞാൻ പഠിക്കാൻ വന്നിട്ടിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വേൾഡ് ജോഗ്രഫിയാണ്. അപ്പോൾ വേൾഡ് ജോഗ്രഫി ഞാൻ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ റിവിഷൻ ചെയ്യുന്നതെന്നൊക്കെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഓരോ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനോട് കേട്ടോ റിവിഷൻ ചെയ്യുന്നത്, അല്ലാതെ ഡെയിലി റിവിഷൻ വീക്ക്ലി അങ്ങനെ ഒന്നുമില്ല. അപ്പം ഈ ഒരു ടോപ്പിക് എടുത്തിട്ട് ഒരു 1.5 ആഴ്ചയായിട്ടുണ്ട്. 1.5 ഒരു 2 ആഴ്ചയായി. അപ്പോൾ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 2 ആഴ്ച ഞാൻ ഈ ജോഗ്രഫി തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. കാരണം ഞാൻ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലാണ് കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലിൽ കുറേ ടോപ്പിക്കുകളുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം നമുക്ക് വേണം. നമ്മുടെ എല്ലാ സിലബസിലും ജോഗ്രഫിയിൽ വരുന്ന എല്ലാ ടോപ്പിക്കുകളൊക്കെ കോമൺ ആണ്. പക്ഷേ ചില ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ഭയങ്കര കൺഫ്യൂഷൻസാണ് കേട്ടോ. ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ജനറൽ ജോഗ്രഫിയും അതുപോലെ തന്നെ എക്കണോമിക്സും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഏത് ഏരിയ എന്ന് പോലും എനിക്ക് മനസ്സിലാവാറില്ല. അപ്പം 10th ലെവൽ അങ്ങനെ തോന്നിയിട്ടില്ല. 10th ലെവലിലെ ക്വസ്റ്റ്യൻസൊന്നും എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല, ഈ 2 സബ്ജക്റ്റൊന്നും. പക്ഷേ ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് എക്കണോമിക്സിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും അതുപോലെ ജോഗ്രഫിന്ന് ചോദിക്കുന്നതൊക്കെ ഏത് ഭാഗത്തു നിന്നാണ് ഏത് ടോപ്പിക്കാന്ന് പോലും മനസ്സിലാവുന്നില്ല. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ അത് കാരണം കൊണ്ടാണ് ഞാൻ പിന്നെ ക്ലാസ്സുകൾ ഞാൻ കണ്ടത് റിനോ മറിയം എന്ന് പറയുന്ന ഒരു മിസ്സിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മിസ്സിനെ നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാകും. എൻട്രിയുടെ യൂട്യൂബ് ക്ലാസ്സുകളിലെല്ലാം കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അനുദീപ് വ്ളോഗ്സിലും KS മെൻറ്ററിലൊക്കെ ആ മിസ്സിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ മിസ്സിൻ്റെ ക്ലാസ്സുകൾ കണ്ടിട്ട് നോട്ട്സ് എഴുതിയെടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കാരണം കൊണ്ടാണ് കുറച്ച് ഡിലേ വന്നത് നമ്മുടെ ജോഗ്രഫി കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഏകദേശം 35ഓളം വീഡിയോസ് ഞാൻ കണ്ട് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അത് കാരണം കൊണ്ട് നല്ല ഡിലേ വന്നിട്ടുണ്ട്. 2 ആഴ്ച ടൈം പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഭയങ്കര ഡീപ്പ് കോൺസെപ്റ്റ് ക്ലാസ്സുകളാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു മിസ്സ് UPSC ഫാക്കൽറ്റി ആണെന്ന്. അത് കാരണം കൊണ്ട് തന്നെയാണ് കുറേ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. റാങ്ക് ഫയൽ പോലും പല കാര്യങ്ങളും ഇല്ല. റാങ്ക് ഫയലിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് നമുക്കത് വായിച്ചിട്ട് ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കാര്യം കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ അല്ലാത്ത കാരണം കൊണ്ട്. അപ്പോൾ മിസ്സ് അതിൽ ഇങ്ങനെ പിക്ചേഴ്സും ഒക്കെ കാണിച്ചിട്ടാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സും ഭയങ്കര ലെങ്തിയൊക്കെയാണ്. അത് കാരണം കൊണ്ട് നല്ല സമയമെടുത്തു ഈ ജോഗ്രഫി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതെനിക്ക് റിവിഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മോൾ എഴുന്നേറ്റു. പിന്നെ അവൾ എഴുന്നേറ്റതിന് ശേഷം പിന്നെ അവളും എൻ്റെ കൂടെ വന്നിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പിന്നെ അങ്ങനെ ഇരുന്നിട്ടുണ്ട് പറഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പഠിക്കാൻ പറ്റില്ല. അവൾക്ക് എൻ്റെ സാധനങ്ങളൊക്കെ വേണം. പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ മടി കയറി വന്നിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ അത് നിർത്തിയിട്ട് പിന്നെ അവൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവൾ കഴിക്കാത്ത കാരണം കൊണ്ട് അവൾക്ക് ഉപ്മാവ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആളിന്ന് ലേറ്റായിട്ട് എഴുന്നേറ്റ് കാരണം കൊണ്ട് തന്നെ രാവിലെ ഒന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഭയങ്കര കളിയാണ്. ഫോണിൽ ഇതേ പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ മോൾ ഇതുപോലെ ചെയ്യാറുണ്ട്, പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കുന്ന കണ്ടിട്ട് ഇവളിപ്പോൾ എപ്പോഴും പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ അവൾ ഉറങ്ങിയത്. അപ്പോഴും എനിക്ക് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല, കാരണം ഞങ്ങൾ ഇന്നൊന്ന് പുറത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നിന്ന കാരണം കൊണ്ട് പഠിക്കാനൊന്നും ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പോയത് ഇതാ ഇവിടേക്കാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ഒരു 10 കിലോമീറ്റർ അടുത്തായിട്ടുള്ള ഒരു പാർക്കാണ്. ഇപ്പോൾ പാലക്കാടുള്ള ആർക്കെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇത് പോത്തുണ്ടി ഡാമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടിട്ട് കുറേ ആയിട്ടോ, ഒരു 2-3 വർഷമായി. അപ്പോൾ മോള് ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞു നിൽക്കുമ്പോൾ അതേപോലെ തന്നെ അവളും കാണിക്കും കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുന്നോ അതേപോലെയൊക്കെ തന്നെ അവളും കാണിക്കും. അതായത് എൻ്റെ സിസ്റ്ററിൻ്റെ മോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഫേസ് പാക്ക് ഇടാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം അവൾ ഇതിനുള്ള ബാറ്ററൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഇവൾ കണ്ണാടിൻ്റെ മുറത്ത് വിട്ടിരുന്നു അതുപോലെ ചെയ്യാമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ അതിനനുസരിച്ചിട്ട് അവളും കണ്ടു പഠിക്കുന്നുണ്ട്. അപ്പോൾ മോൾ ഉണ്ടായതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പലപ്പോഴും വരണം എന്നൊക്കെ വിചാരിക്കും. പിന്നെ ഞാൻ തന്നെ വേണ്ടെന്ന് പറയും. പഠിക്കാനൊക്കെ ഉണ്ട്, കുറേ അവിടെ പോയിട്ടുണ്ട് പറഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാതിരിക്കും കേട്ടോ. അപ്പോൾ മോളെയും കൊണ്ട് ഇങ്ങോട്ട് വരണമെന്ന് കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമൊക്കെ ആയിരുന്നു. അവളെയും കൊണ്ട് ഞാൻ ഇതുവരെ ഒരു പാർക്കിലേക്കും പോയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും പിന്നെ ഫാമിലിയിലെ എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ അത് ആ കാണുന്നത് നെല്ലിയാമ്പതിയുടെ മലയാണ് കേട്ടോ. എല്ലാവരും കൂടെ ഒന്നിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം മോൾക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. കുറേ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ. അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് സ്ലൈഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉരുത് വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഊഞ്ഞാലൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും അങ്ങനെ തീരെ വരുന്നേ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിന്നു. പിന്നെ ഭയങ്കര ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ
മാളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കുറച്ച് ആക്രി സാധനങ്ങൾ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, കുറച്ച് ടോയ്സ്, അതുപോലെ ഇങ്ങനെ കുറച്ച് ഹെയർ ആക്സസറീസ്. ഞാനൊരു ഹൈലൈറ്ററിൻ്റെ വലുത് ചോദിച്ചപ്പോൾ നല്ല 40 രൂപയാണ് പറഞ്ഞു, പിന്നെ ഞാനത് എടുക്കാൻ പോയിട്ടില്ല. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ രാത്രി ഒരു 6-6:30 ആയപ്പോഴത്തേക്കും വീടെത്തി. ഇപ്പോൾ എനിക്കിന്ന് കാര്യമായിട്ടൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇന്നെന്നല്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചത്. കുറേ ദിവസങ്ങളായിട്ട് ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ജോഗ്രഫി ഒരു 2 ആഴ്ച ആവാൻ തന്നെ കാരണം ഞാനിങ്ങനെ ഡിലേ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു സബ്ജക്റ്റ് ഞാൻ പഠിക്കാനും പോയിട്ടില്ല. അങ്ങനെയൊക്കെ ആണ്. മൊത്തത്തിൽ എനിക്ക് ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഒന്നിലും ഒരു താല്പര്യവും കിട്ടുന്നില്ല. ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് തന്നെ ഒരാഴ്ചയായിട്ടുണ്ട്. പക്ഷെ ഇത് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഉള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് മൈക്ക് കേടുവന്നു ഗൈസ്. അത് കാരണം കൊണ്ട് ഈ ഒരു വോയിസിലാണെന്നുണ്ടെങ്കിലും ചെറിയൊരു കാറ്റടിക്കുന്ന പോലത്തെ ഒരു സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കാരണം ഇപ്പോൾ ഒരു മൈക്ക് വാങ്ങിക്കാനുള്ള ഒരു അവസ്ഥയിലൊന്നും അല്ല ഞാൻ. ഒരെണ്ണം വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ നല്ല സാധനം വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കേടുവരികയും ചെയ്യും കേട്ടോ. അത്യാവശ്യം നല്ല സാധനങ്ങൾക്ക് നല്ല റേറ്റ് വരുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ്. അങ്ങനെ വീടൊക്കെ എത്തിയതിന് ശേഷം രാത്രിയിൽ കുറച്ച് നേരം പഠിക്കാമെന്ന് വിചാരിച്ചു. ജോഗ്രഫി റിവിഷൻ നന്നാലും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. ഇന്നത്തോടെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നാളെ മറ്റൊരു സബ്ജക്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. പക്ഷെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഒരു അരമണിക്കൂർ കൂടുതൽ എനിക്കിരിക്കാൻ കഴിഞ്ഞില്ല. ഒന്നുമില്ല, എനിക്ക് പഠിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് എന്തോ ഒരു കാര്യം, എന്തോ ഒരു നെഗറ്റിവിറ്റി എന്നെ ഇങ്ങനെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കറിയാം എൻ്റെ മെൻ്റൽ വെൽത്ത് ഒട്ടും ഓക്കെ അല്ല. ഓൾറെഡി ഒരുപാട് സ്ട്രെസ്സ് എൻ്റെ തലയ്ക്കകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മളിത് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്ട്രെസ്സ് കൂടാനുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആത്മാർത്ഥതയോടെ ചെയ്യണമെന്നല്ലേ പറയാറുള്ളത്. അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു സമയത്ത് ചെയ്യാൻ പോയിട്ടുണ്ട് പറഞ്ഞാൽ അതിൽ ഒരു ആത്മാർത്ഥതയില്ലാതെയുള്ള ഒരു ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലുള്ളൊരു കാര്യമായിട്ട് പറയും. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്ത കാരണം കൊണ്ട് എന്തായാലും കുറച്ച് ഓക്കെ ആയതിന് ശേഷം പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ബ്രേക്ക് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാതെ പോയി കിടന്നിട്ടുണ്ട് പറഞ്ഞാലും തീരെ ഉറക്കം വരാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ പഴയ പോലെ തന്നെയാണ് കേട്ടോ. സ്ലീപ്പിംഗ് ഡിസോർഡർ നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഈ കൂടുതൽ ഈ ലാസ്റ്റ് ട്രിമസ്റ്ററിലേക്ക് പോകുന്തോറും കുറച്ചും കൂടി കാര്യങ്ങൾ വഷളാവുന്നുണ്ട്. എനിക്ക് ഒന്നിലും എനിക്കൊരു കൺട്രോൾ കിട്ടുന്നില്ല. രാത്രിയിൽ മുഴുവൻ ഇങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ്. അതുപോലെ മോർണിംഗ് ഒരു 6 ആകുമ്പോഴൊക്കെയാണ് എനിക്ക് ഉറക്കം വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് രാത്രിയിൽ എങ്ങനെയാണ് ഉറക്കമില്ലാതെ പഠിക്കാൻ എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പം നിങ്ങൾക്ക് ഉറക്കം വരികയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് അത് യൂസ് ചെയ്യുക. കാരണം ഉറക്കമില്ലാതിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര വൃത്തിയായിട്ടൊരവസ്ഥയാണ്. നമ്മൾ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാൻ വേറെ ഒന്നും വേണ്ട, ഇതൊരൊറ്റ കാരണം മാത്രം മതി കേട്ടോ. പിന്നെ രാവിലെ മുഴുവൻ തലവേദനയാണ്, പിന്നെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ചെറിയ കാരണങ്ങൾ മതി എനിക്ക് കരച്ചിൽ വരാൻ. ഞാനിപ്പം എത്ര കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പറഞ്ഞാലും എനിക്ക് അതിന് സഹായിക്കുന്നില്ല. അങ്ങനെ വെറുതെ ഇരുന്ന സങ്കടം വരുന്ന അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ജസ്റ്റ് ഒന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കരച്ചിൽ തന്നെയാണ് കേട്ടോ. എങ്ങി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ അവസ്ഥ ഉണ്ടായിരുന്നു. അവസാനം ഇങ്ങനെ കരഞ്ഞ് ഭയങ്കര പ്രശ്നമൊക്കെ ആയി മോള് അനക്കമില്ലാതായിട്ട് പിന്നെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയതായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ കൺട്രോളിൽ നിൽക്കുന്നില്ല ഒരു കാര്യം. മേ ബി ഇത് ഹോർമോണൽ വേരിയേഷൻസ് കാരണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കും. ഇങ്ങനെ ചിലർക്കൊക്കെ പീരീഡ്സിൻ്റെ സമയത്ത് ഇങ്ങനെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള സമയമാണ് പീരീഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ അതിന് തന്നെ ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഫസ്റ്റ് മുതലേ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര കൂടുതലാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും കുറേ പേരൊക്കെ നമ്മൾ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നൊരു കമൻറ്റ്, ഒരു കുട്ടി പറഞ്ഞ കാര്യം എന്നെ നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അനുഭവിക്കുന്ന അതേ സെയിം സിറ്റുവേഷൻ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് പകൽമാന്യന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അതിനെയൊന്നും അവർ കാണാതാക്കിയിട്ട് പിന്നെ അവർ വലിയ പകൽമാന്യന്മാരായിട്ട് സമൂഹത്തിൽ വിലസി നടക്കും. അങ്ങനെ നമ്മുടെ സമൂഹത്തിലെ ഏതൊരു മേഖലയിലും ഇതുപോലുള്ള ആൾക്കാർ ഭയങ്കര കൂടുതലായിരിക്കും. നമുക്ക് എല്ലാവരെയും നമുക്ക് നന്നാക്കാനൊന്നും പറ്റില്ല. കുറച്ച് പേരൊക്കെ കണ്ടില്ല അങ്ങനെ വിചാരിക്കണം. നമ്മൾ അവരൊക്കെ മൈൻഡ് ചെയ്യാൻ പോയിട്ടുണ്ട് പറഞ്ഞാൽ നമ്മുടെ സമയം നശിച്ചു പോകും. നമ്മളുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം ഒരിക്കലും ഇത്തരക്കാർക്ക് വേണ്ടി നമ്മൾ വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മൾ ആ സമയത്ത് നമ്മളെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുക. നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതികാരം എന്ന് പറയുന്നത് നമ്മുടെ സക്സസ്സിലൂടെ ആയിരിക്കണം.
നമുക്ക് ഒരിക്കലും ഇതുപോലുള്ള ആൾക്കാരിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാനൊന്നും പറ്റില്ല. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ സമൂഹത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പം ഞാൻ കരുതിയത് ആദ്യം എനിക്ക് മാത്രമുള്ള ഈ ഒരു പ്രശ്നം അങ്ങനെയൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമാണ് മനസ്സിലായത് ഒരുപാട് പെൺകുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. കൂടുതലും അമ്മമാർ തന്നെയാണ് കുട്ടികളെ വെച്ച് പഠിക്കുന്നത്, അതുപോലെ ജോലിക്ക് പോയി പഠിക്കുന്നവരുണ്ട്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള കുറേ പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പലരുടെയും സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും, പക്ഷെ അനുഭവിക്കുന്ന ആ ഒരു ട്രോമ എന്ന് പറയുന്നതൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വ്യക്തികളിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒളിച്ച് ഓടിയിട്ട് അങ്ങനെ ജീവിക്കാനൊന്നും പറ്റില്ല. ഇവർക്കിടയിൽ കൂടെ തന്നെ നമ്മൾ ജീവിക്കണം. അവരെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാതിരിക്കുക. നമ്മളെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എത്രയൊക്കെ നമ്മൾ സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും ചില സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം സ്ട്രെസ്ഫുൾ ആവാതിരിക്കുക, റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ വല്ല യാത്രയ്ക്ക് പോവുക. ഞാൻ കൂടുതലും ഇതുപോലെ ഇരിക്കുന്ന സമയത്ത് മോട്ടിവേഷൻ വീഡിയോസ് കാണലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ആവേശമൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. ടീം ഫിയർലെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോ എപ്പോൾ കണ്ടാലും എനിക്കൊരു രോമാഞ്ചം വരുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ എന്തെങ്കിലും കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. പിന്നെ നിങ്ങളൊരിക്കലും തളർന്നിരിക്കാതിരിക്കുക. നിങ്ങളെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സമയത്തിൽ നിങ്ങൾ അത് മാക്സിമം വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. കാരണം നമ്മുടെ ഈ ഒരു PSC ആസ്പിറൻസിനെ സംബന്ധിച്ച് 2024 ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഒരു 10-20 നോട്ടിഫിക്കേഷൻസെങ്കിലും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം വർക്ക് ചെയ്യുക. നെഗറ്റീവ് പറയുന്നവരോട് പോകാൻ പറ. അവരൊക്കെ പലതും പറയുന്നു, അതൊന്നും കേട്ട് നിങ്ങൾ തളരാതിരിക്കുക. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പഠിക്കാനുള്ള കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഐസൊലേറ്റ് ചെയ്യുക. നിങ്ങൾ ഐസൊലേറ്റ് ചെയ്യുക. ബുക്സിലാണെന്നുണ്ടെങ്കിലും സ്റ്റഡീസിലാണെന്നുണ്ടെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യുക. അതെന്തായാലും നിങ്ങൾക്ക് ഗുണം ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ചെറിയൊരു മോട്ടിവേഷൻ ലെസ് ആയിട്ടിരിക്കുകയാണ്. പക്ഷേ തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ LSTS എന്ന് പറയുന്ന ആ ഒരു പരീക്ഷയിൽ ഇപ്പം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് സമയം കുറവായത് കാരണം കൊണ്ടും പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ ഇതുപോലെയൊന്നും പഠിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് കാരണം കൊണ്ട് ഇപ്പോൾ ഞാൻ എല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ എൻ്റെ തലേനെ കൺഫ്യൂസ് ആക്കുന്നില്ല. സോ ഞാനിപ്പോൾ LDC മാത്രം ഫോക്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം പരീക്ഷകൾ ഇനിയും വരും, ഇന്നല്ലെങ്കിൽ നാളെയും നമുക്ക് അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാം. അപ്പോൾ എല്ലാത്തും കൂടെ നമ്മൾ ഒന്നിച്ച് തലയിലെടുത്ത് വെച്ച് വലിയൊരു ഭാരമായിട്ട് നമ്മൾ ആകെ ഇങ്ങനെ ഇരിക്കുന്ന കാരണം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടെ എടുത്ത് തലയിൽ വെക്കാൻ തൽക്കാലം താല്പര്യമില്ല. അത് കാരണം കൊണ്ട് LDC മാത്രം ഇപ്പോൾ ഫോക്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും എക്സാംസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും എഴുതാൻ തന്നെ ശ്രമിക്കും. പക്ഷേ കൂടുതലൊരു ഇമ്പോർട്ടൻസ് LDCക്ക് മാത്രമാണ് കൊടുക്കുന്നത്. കാരണം അതാണ് കുറച്ചും കൂടെ സേഫ് സോൺ എന്ന് പറയുന്നത്. അപ്പം ആദ്യം ഒരു സേഫ് സോണിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ആലോചിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പം തിരിച്ചു വരണം, നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഈ വർഷം തന്നെ അവരുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. വീണ്ടും കാണുമായിരിക്കും. ബൈ.